ഓം ശ്രീ സായിറാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ രാമകഥ രസവാഹിനി, അധ്യായം 5, ഭാഗം 2. കുട്ടികൾക്ക് 11-12 വയസ്സായപ്പോൾ ദശരഥൻ സദ്ഗുണനിധിയായ മന്ത്രി സുമന്ത്രരെ തൻ്റെ സന്നിധിയിൽ വരുത്തി. കുട്ടികൾക്ക് പരാവിദ്യ പഠിപ്പിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ ചുമതലപ്പെടുത്തി. അപരാവിദ്യയിൽ ഒരാൾ എത്രമാത്രം നിപുണനാണെങ്കിലും പരാവിദ്യയ്ക്കു മാത്രമേ ധർമ്മങ്ങൾ ആചരിക്കുന്നതിനുള്ള ശക്തി പ്രദാനം ചെയ്യാൻ കഴിയൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ആ ഇളം പ്രായത്തിൽ തന്നെ അവർക്ക് ഏറ്റവും ഉയർന്ന ധാർമ്മിക സംസ്കാരം നൽകേണ്ടതാണ്. ജീവിതത്തിൽ ആദ്യകാലത്ത് ലഭിക്കുന്ന ഉപദേശങ്ങളുടെയും അനുഭവങ്ങളുടെയും മേലെയാണ് പിൽക്കാല ജീവിതത്തിൽ വിജയമോ പരാജയമോ കെട്ടിപ്പൊക്കുന്നത്. ആദ്യകാല വർഷങ്ങളാണ് പിൽക്കാല വർഷങ്ങളായ അരമനയുടെ അടിത്തറ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, രാജകുമാരന്മാരെ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കൊണ്ടുപോകൂ. അവർ ജനങ്ങളുടെ സ്ഥിതി മാത്രമല്ല, പുണ്യസ്ഥലങ്ങളുടെ ദിവ്യതയും മനസ്സിലാക്കട്ടെ. പരിശുദ്ധ സ്ഥലങ്ങളുടെ ദിവ്യത്വവും ക്ഷേത്രങ്ങളുടെയും അവിടെ പ്രതിഷ്ഠ നടത്തിയ സന്യാസിമാരുടെയും മഹർഷിമാരുടെയും ചരിത്രങ്ങളും അവർക്ക് വിവരിച്ചു കൊടുക്കൂ. ആ സ്ഥലങ്ങളെ പവിത്രീകരിക്കുന്ന ദിവ്യതയുടെ ഉറവുകളിൽ അവർ മതിയാവോളം പാനം ചെയ്യട്ടെ. അവരങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. വളരും തോറും അവർ ഐന്ദ്രിയമായ ആഗ്രഹങ്ങൾക്ക് പ്രചോദനങ്ങൾക്കും ഉന്മുഖരായിത്തീരും. അത്തരം പ്രവണതകൾക്ക് അവർ ഇരയായി തീരുന്നതിനു മുമ്പ് അവരിൽ പ്രപഞ്ചത്തിൽ മുഴുവനും വ്യാപിച്ചിട്ടുള്ള ആ ദിവ്യശക്തിയുടെ നേരെ ഭക്തിയും ഭയവും ആദരവും പ്രതിഷ്ഠിക്കുക. മൃഗീയതയിലേക്ക് അധപ്പതിക്കുന്നതിൽ നിന്നും അവരുടെ മനുഷ്യത്വത്തെ രക്ഷിക്കുന്നതിന് അതുമാത്രമാണ് ഒരേ ഒരു മാർഗം. രാജ്യഭരണകർത്താക്കൾക്കും അത് അത്യാവശ്യമത്രേ. കുലഗുരുവിനോടും ആചാര്യന്മാരോടും ആലോചിച്ച് വിളംബം വിന യാത്രാ പരിപാടി തയ്യാറാക്കുക. രാജകുമാരന്മാർക്ക് ഈ മഹത്തായ സൗകര്യം ലഭിക്കാൻ പോകുന്നതിൽ സുമന്ത്രർ മതിമറന്ന് ആഹ്ലാദിച്ചു. അദ്ദേഹം തനിക്ക് തൃപ്തിയാകും വിധം എല്ലാ ഒരുക്കങ്ങളും ചെയ്തു. അവരുടെ കൂടെ യാത്ര ചെയ്യാൻ അദ്ദേഹം തയ്യാറായി. രാജകുമാരന്മാർ നടത്താൻ പോകുന്ന തീർത്ഥാടനത്തെപ്പറ്റി രാജ്ഞിമാരും അറിഞ്ഞു. എത്രയും ദിവ്യവും ധീരവുമായ ഒരു പര്യടനത്തിന് പുറപ്പെടുന്നത് അവർക്കും സന്തോഷപ്രദമായിരുന്നു. അതാവുന്നതും പ്രയോജനപ്രദമാക്കി തീർക്കാൻ അവരും പല കാര്യങ്ങളും ചെയ്തു. അവരുടെ കൂടെ പരിചാരകരുടെയും സമപ്രായക്കാരായ സഹാക്കളെയും അയക്കാൻ അവർ ഏർപ്പാട് ചെയ്തു. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള ഈ പരിപാടിയിൽ രാജകുമാരന്മാരും വളരെ ആഹ്ലാദചിത്തരായി. അവർ കൂട്ടുകാരെ ആവേശഭരിതരാക്കി. കൂട്ടുകാർക്ക് വേണ്ടി അവർ രാജാവിൽ നിന്നും വസ്ത്രങ്ങളും മറ്റ് സജ്ജീകരണങ്ങളും സമ്പാദിച്ചു കൊടുത്തു. പിറ്റേ ദിവസം യാത്രയ്ക്കുള്ള ശുഭമുഹൂർത്തമായി. രാജകുമാരന്മാർ മാതാപിതാക്കളുടെ പാദങ്ങളിൽ തങ്ങളുടെ നെറ്റി തൊടുവിച്ച് നമസ്കരിച്ചു. കുലഗുരുവിൻ്റെയും കാൽക്കൽ വീണു നമസ്കരിക്കുകയുണ്ടായി. മാതൃജനങ്ങൾ ദൃഷ്ടിദോഷം തടയാനും തിന്മയിൽ നിന്നുള്ള രക്ഷയ്ക്കും അവരുടെ നെറ്റിയിലും ഗണ്ഡസ്ഥലങ്ങളിലും പുള്ളികൾ കുത്തി. കുട്ടികൾ രാജകീയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് ദേശാടന വസ്ത്രങ്ങൾ ധരിച്ചു. മുണ്ടുടുത്ത് ഉത്തരീയം കഴുത്തിൽ ചുറ്റി എല്ലാവരിൽ നിന്നും യാത്രാനുവാദം വാങ്ങി അവർ രഥത്തിൽ കയറി. അവരെ യാത്രയയക്കാൻ അവിടെ കൂടിയിരുന്ന ആയിരക്കണക്കിന് പൗരന്മാരിൽ നിന്നും പുറപ്പെട്ട വിജയാശംസകളുടെ പ്രതിധ്വനികൾക്കിടയിൽ രക്ഷാഭടന്മാർ മുമ്പിലും പിമ്പിലുമായി രഥം മുന്നോട്ടു നീങ്ങി. ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ കടന്നുപോയി. അവർ ഓരോ ക്ഷേത്രവും പുണ്യസ്ഥലവും സന്ദർശിച്ചു. ഓരോ സ്ഥലത്തെയും ദിവ്യത്വം ഉൾക്കൊള്ളുകയും ചെയ്തു. വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ഓരോ ദേവസ്ഥാനത്തും ആരാധന നടത്തി. വിശദമായ അന്വേഷണത്തോടെ ഓരോ സ്ഥലത്തിൻ്റെ ചരിത്രവും ക്ഷേത്രങ്ങളുടെ മൂലതത്വവും മനസ്സിലാക്കി. ഈ തീർത്ഥാടനത്തിന് ഉപയോഗിച്ച നീണ്ട കാലത്തിൽ അവർ മറ്റു ചിന്തകൾക്കോ പ്രവർത്തനങ്ങൾക്കോ സമയം കൊടുത്തില്ല. സുമന്ത്രർ ഓരോ സ്ഥലത്തിൻ്റെയും ദിവ്യത്വം ഭംഗിയായി വിവരിച്ചു കൊടുത്തു. ആ വിവരണങ്ങൾ കേട്ട് അവരുടെ ഹൃദയത്തിൽ ഹർഷപ്രകർഷമുണ്ടായി. വിവരണം കുറെ കൂടി വിശദവും അഗാധവുമാക്കാൻ രാജകുമാരന്മാർ സുമന്ത്രരെ ചോദ്യങ്ങൾ വഴി നിർബന്ധിച്ചു. കുട്ടികളുടെ ഈ അഭിലാഷം സുമന്ത്രരിൽ അത്യന്തം ആനന്ദമുണ്ടാക്കി. അദ്ദേഹം അവർക്ക് കൂടുതൽ വിവരങ്ങളും പ്രചോദനങ്ങളും നൽകി. ഇപ്രകാരം അവർ കന്യാകുമാരി മുതൽ കാശ്മീരം വരെയും കിഴക്കേ സമുദ്രം മുതൽ പടിഞ്ഞാറേ സമുദ്രം വരെയും 3 മാസത്തിനകം സഞ്ചരിച്ചു. ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ അവർ നേരിട്ട് കണ്ടു. സാമ്രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും തീർത്ഥയാത്രികർ അനുഭവിക്കുന്ന അസുഖങ്ങളും അസൗകര്യങ്ങളും മനസ്സിലാക്കി. അവയെല്ലാം പരിഹരിക്കണമെന്നും ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കണമെന്നും സുമന്ത്രരോട് രാമൻ നിർദ്ദേശിച്ചു. അനേക ക്ഷേത്രങ്ങളുടെ
ജീർണോദ്ധാരണത്തിനും അഭിവൃദ്ധിക്കും അവർ ഉത്തരവാദികളായി. ശുദ്ധജലമുള്ള കിണറുകൾ കുഴിപ്പിക്കുക, റോഡുകൾക്ക് ഇരുവശങ്ങളിലും തണൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക, ദാഹാർത്തരായ യാത്രികർക്ക് വെള്ളം കൊടുക്കുന്നതിനുള്ള തണ്ണീർ പന്തലുകൾ ഏർപ്പെടുത്തുക, സാർത്തവാഹക സംഘത്തിന് താങ്ങാനുള്ള താവളങ്ങൾ നിർമ്മിക്കുക, ആരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക തുടങ്ങിയവയെല്ലാം അവരുടെ ഉത്തരവാദിത്വത്തിൽ നടന്നു. ഈ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്ന് രാമൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോഴെല്ലാം സുമന്ത്രർ ഉടൻ തന്നെ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു. സാമ്രാജ്യത്തിൽ സുമന്ത്രരെ പോലെ ഇത്രയും രാജ്യഭക്തനും ഭരണപ്രാപ്തനുമായ ഒരു മന്ത്രി ഉണ്ടായതിൽ രാജകുമാരന്മാർ വളരെ സന്തോഷിച്ചു. ഇത്തരം മന്ത്രിമാരുള്ളപ്പോൾ ക്ഷേമവും പുരോഗതിയും സുനിശ്ചിതമാണ് എന്നവർ അന്യോന്യം പറഞ്ഞു. രാജകുമാരന്മാരുടെ തീർത്ഥാടനത്തിൻ്റെ വിവരണങ്ങൾ പ്രത്യേകം അയോധ്യയിൽ അറിയിച്ചിരുന്നു. അറിയിപ്പുകാർ ഓട്ടക്കാരായിരുന്നു. അവർ മാറി മാറി ഓടി വിവരമെത്തിക്കുകയും അയോധ്യയിലെ വിവരം തിരികെ ഓടിയെത്തിക്കുകയും ചെയ്തിരുന്നു. എപ്പോഴെങ്കിലും വിവരമെത്തിക്കാൻ വൈകിയാൽ രാജ്ഞിമാർക്ക് വലിയ വ്യാകുലതയാകും. അപ്പോഴെല്ലാം അവർ കുലഗുരു വസിഷ്ഠനോട് തങ്ങളുടെ കുട്ടികളെപ്പറ്റി ശരിയായ വിവരം നൽകണമെന്ന് അപേക്ഷിച്ചിരുന്നു. വസിഷ്ഠന് യോഗശക്തി കൊണ്ട് രാജകുമാരന്മാർക്ക് എന്തു സംഭവിക്കുന്നു എന്ന് അറിയാമായിരുന്നു. അങ്ങനെ അദ്ദേഹം കുട്ടികൾക്ക് വളരെ സുഖമാണെന്നും അവർ ആരോഗ്യവാന്മാരും ഉല്ലാസവന്മാരുമാണെന്നും വിവരം നൽകി. അമ്മമാരെ ആശ്വസിപ്പിച്ചു. അവർ അമ്മമാർക്ക് ധൈര്യമായി. കുലഗുരു അവരെ അനുഗ്രഹിച്ച് ആശ്രമത്തിലേക്ക് പോയി. ഇതിനിടയിൽ വാർത്താശേഖരം നടത്തുന്നവർ നല്ല വാർത്ത കൊണ്ടുവന്നു. രാജകുമാരന്മാർ അയോധ്യയിലെ സമീപിക്കുകയാണെന്നും 2 ദിവസത്തിനുള്ളിൽ നഗരത്തിലെത്തുമെന്നും അവർ അറിയിച്ചു. നീണ്ടതും ക്ലേശപൂർണവുമായ തീർത്ഥാടനം വിജയകരമായി നിർവഹിക്കുകയും യാത്രക്കിടയിൽ ഭക്തിയും അനുകമ്പയും മൂലം പ്രശസ്തിയാർജിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന വാർത്ത അറിയിച്ചു. 4 രാജകുമാരന്മാരെയും സ്വാഗതം ചെയ്യുന്നതിനായി നഗരത്തിലെ പ്രധാന കവാടങ്ങളിൽ ഏർപ്പാടുകൾ ചെയ്തു. വീഥികളിൽ പൊടിയടങ്ങുന്നതിനായി പനിനീർ കുടഞ്ഞു. കമാനങ്ങളും തോരണങ്ങളും കെട്ടി. ദീപം വച്ച താലങ്ങൾ വഹിച്ച് റോഡിൻ്റെ ഇരുവശങ്ങളിലും സ്ത്രീകൾ വരിവരിയായി നിന്നു. രാജകുമാരന്മാർ കടന്നു പോകുമ്പോൾ അവരുടെ മുമ്പിൽ വീശിക്കാണിക്കുന്നതിനായിരുന്നു ദീപങ്ങൾ വച്ച താലങ്ങൾ. അറിയിപ്പനുസരിച്ച് രാജകുമാരന്മാർ നഗരത്തിൽ പ്രവേശിച്ചു. അവരുടെ മുമ്പിൽ ദീപം ഉഴിയപ്പെട്ടു. അവർ പ്രധാന വീതിയിൽ കൂടെ നീങ്ങി. ഉടനീളം സുഗന്ധ പുഷ്പങ്ങളുടെ ദളങ്ങൾ വിതറിയിരുന്നു. പാട്ടുകാരും മേളക്കാരും മുമ്പിലായി പതുക്കെ നീങ്ങി. ചക്രവർത്തി വംശത്തിലെ വിശിഷ്ടരായ ഇളം തലമുറക്കാർക്ക് ഈശ്വരാനുഗ്രഹം തേടിക്കൊണ്ടുള്ള മന്ത്രങ്ങൾ ബ്രാഹ്മണർ ചൊല്ലി. മുഖത്ത് അസാധാരണമായ ശോഭ. രാജകുമാരന്മാരുടെ ഒരു വശത്തൂടെ സുമന്ത്രരും നടന്നു. ഒടുവിൽ അവർ രാജധാനിയിൽ എത്തി. അവിടെ പ്രവേശനദ്വാരത്തിൽ ദൃഷ്ടിദോഷം തടയാനായി പല കർമ്മങ്ങളും ചെയ്യപ്പെട്ടു. അനന്തരം അവർ അന്തർഗൃഹങ്ങളിലേക്ക് ആനയിക്കപ്പെട്ടു. അമ്മമാർ മക്കളെ കൺകുളിർക്കെ കാണാനായി അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കുട്ടികൾ അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് പാദങ്ങളിൽ വന്ദിച്ചു. മാതൃജനങ്ങൾ അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഗാഢമായി ആശ്ലേഷിച്ചു. അവർ ആനന്ദത്തിൽ മുഴുകി തന്നെത്താൻ മറന്നു. ഇത് അമ്മയെയും മകനെയും ദിവ്യതയിലുള്ള ലയനത്തിൻ്റെ പരമാനന്ദത്തിൽ ആവരണം ചെയ്തു. മാതൃനയനങ്ങളിൽ നിന്നും മുതിർന്ന പ്രേമ ബാഷ്പം വീണ് കുട്ടികളുടെ ശിരസ് നനഞ്ഞു. അവർ സാരിത്തലപ്പ് കൊണ്ട് തുടച്ച് തലയിലെ നനവ് മാറ്റി. മക്കളുടെ ശിരസ് തലോടി തലമുടി തടവി അവരെ മടിയിലിരുത്തി. മധുരാന്നവും തൈർ കുഴച്ച ചോറും സ്വന്തം കയ്യാലെ വാരിക്കൊടുത്തു. അമ്മമാരുടെ ചിത്തോദ്യോഗവും ഹർഷവും അവർണ്ണനീയമായിരുന്നു. 3 മാസക്കാലം അവരനുഭവിച്ച വിരഹവേദന കുട്ടികളെ അവരുടെ ശ്രദ്ധയിലും വരുതിയിലും രാവും പകലും അല്പദിവസത്തോളം കിട്ടിയപ്പോൾ വിഷമതകൾ അല്പം ലഘൂകരിക്കപ്പെട്ടു. തീർത്ഥാടനത്തിൻ്റെ കഥകൾ കേൾക്കാൻ അവർ ഉത്സുകരായി. സുമന്ത്രർ നൽകിയ വിവരണമനുസരിച്ച് അവർ സന്ദർശിച്ച ഓരോ സ്ഥലത്തിൻ്റെയും പരിശുദ്ധിയെക്കുറിച്ച് ആത്മാർത്ഥവും ലളിതവും മധുരവുമായ ശൈലിയിൽ കുട്ടികൾ പറഞ്ഞു കേൾപ്പിച്ചു. അവർ ഭക്തിവിശ്വാസങ്ങളുടെ ആ വിവരണങ്ങൾ കേട്ടു. ആത്മാർത്ഥതയുള്ള ഒരു തീർത്ഥയാത്രികന് ഓരോ ദേവാലയവും പുണ്യസ്ഥലവും പ്രദാനം ചെയ്യുന്ന അതേ ആനന്ദം ഈ വിവരണം കേട്ടപ്പോൾ അമ്മമാർ അനുഭവിക്കുന്നതായി തോന്നി. കാശിയിലും പ്രയാഗയിലും വിജയകരമായി തീർത്ഥയാത്ര പൂർത്തിയാക്കിയ എല്ലാ ബ്രാഹ്മണർക്കും വിശേഷപ്പെട്ട വിരുന്ന് നൽകിയും ദേവന്മാർക്ക് നിവേദ്യമർപ്പിച്ചും ദശരഥൻ രാജകുമാരന്മാരുടെ തീർത്ഥാടനം കഴിഞ്ഞുള്ള തിരിച്ചുവരവ് സമുചിതമായി കൊണ്ടാടി. അദ്ദേഹം ബ്രാഹ്മണർക്ക് ധനവും നൽകി.
ഇപ്രകാരം രാജകുമാരന്മാർ ജനിച്ച ദിവസം മുതൽ തലസ്ഥാന നഗരിയിലും രാജ്യത്തും തുടർച്ചയായി ആഘോഷങ്ങളും സദ്യയും തന്നെയായിരുന്നു. അയോധ്യ നഗരി നിർവിഘ്നവും നിരന്തരവുമായ ആനന്ദത്താൽ പ്രശോഭിച്ചു. സദ്യയും ആഹ്ലാദകരമായ കലാപരിപാടികളും ജനങ്ങളെ സ്നേഹം, കൃതജ്ഞത എന്നിവയാൽ ബന്ധിക്കപ്പെട്ട ഒരു കുടുംബമായി മാറ്റി. എല്ലാ മാസവും രാജകുമാരന്മാരുടെ ജന്മദിനങ്ങൾ, ശുക്ലപക്ഷത്തിലെ 9, 10, 11 തീയതികൾ ആ സന്തോഷ സംഭവത്തെ സൂചിപ്പിക്കുന്നതിനായി ആഡംബര സമൃദ്ധമായ ആഘോഷങ്ങളെ കൊണ്ട് പൂർണ്ണമായിരുന്നു. കുട്ടികൾ തീർത്ഥാടനത്തിലായിരുന്ന കാലത്തും ഈ ദിനങ്ങൾ അവർ നഗരത്തിലുള്ളപ്പോഴെന്ന പോലെ വിശേഷമായി ആഘോഷിക്കപ്പെട്ടിരുന്നു. അവരുടെ ശാരീരിക സാന്നിധ്യം ഇല്ലെന്നു തൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം സദ്യ, സമ്മാനങ്ങൾ, കായിക വിനോദങ്ങൾ, നൃത്തം തുടങ്ങിയവ ഉത്സാഹത്തള്ളലോടെ നടത്തപ്പെട്ടു. പക്ഷേ തീർത്ഥാടനത്തിൻ്റെ ഫലം എന്നവണ്ണം മാതാപിതാക്കൾ കുട്ടികളിൽ ഒരു മാറ്റം കാണുന്നുണ്ടായി. സാധാരണമായിരുന്ന ഈ മാറ്റം കുട്ടികൾ സ്വീകരിച്ച അസാധാരണമായ ജീവിത രീതി ദിവസങ്ങൾ കഴിയുമ്പോൾ മാറും എന്ന് മാതാപിതാക്കൾ പ്രതീക്ഷിച്ചു. കുട്ടികളുടെ പെരുമാറ്റവും ഭാവങ്ങളും അവർ സശ്രദ്ധം വീക്ഷിച്ചു വന്നു. പക്ഷേ അവ കുറയുന്നതിൻ്റെ യാതൊരു ലക്ഷണവുമില്ലാതെ തുടർന്നുപോയി. രാമൻ മിക്കവാറും വീട്ടിനുള്ളിൽ തന്നെ കഴിച്ചുകൂട്ടി. അതുവരെ ചെയ്തിരുന്നതുപോലെ കുളിക്കാറുള്ള സമയത്ത് കുളിച്ചില്ല. രാജകീയ വേഷവിധാനത്തിൽ രാമന് വെറുപ്പ് തോന്നി. മധുര വസ്തുക്കളൊക്കെ വർജിച്ചു. സ്വർണ്ണ സിംഹാസനത്തിൽ ഇരുന്നില്ല. ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിനും അപ്പുറത്തുള്ള ഏതോ ഒന്നിനെപ്പറ്റി, പരബ്രഹ്മത്തെ പറ്റിയുള്ള ധ്യാനത്തിൽ നിമഗ്നനായവനെ പോലെ രാമൻ കാണപ്പെട്ടു. തങ്ങളുടെ ജ്യേഷ്ഠൻ മ്ലാനചിത്തനായും പ്രകടമായി കുണ്ഠിതപ്പെടുന്നവനായും കാണപ്പെട്ടപ്പോൾ 3 അനുജന്മാരും ജ്യേഷ്ഠനോടൊന്നിച്ചു തന്നെ എപ്പോഴും കഴിച്ചുകൂട്ടി. കുളിക്കോ മറ്റൊന്നിനോ തന്നെയോ അവർ ഒരിക്കലും രാമനെ വിട്ടുപോയില്ല. 4 പേരും ഒരു മുറിയിൽ കയറി വാതിലടച്ചിരിക്കുക പതിവായി. അമ്മമാർക്ക് ഭക്ഷണം കൊണ്ടുവരുവാൻ വാതിൽ ഇടയ്ക്കിടയ്ക്ക് മുട്ടേണ്ടി വന്നു. അവരെങ്ങനെ പെരുമാറുന്ന എന്തിനാണെന്ന് കണ്ടുപിടിക്കുവാൻ എത്ര ശ്രമിച്ചിട്ടും സാധിച്ചില്ല. എത്ര അന്വേഷിച്ചിട്ടും അവരൊരിക്കലും കാരണം വെളിപ്പെടുത്തിയില്ല. രാമൻ മാത്രം അവരുടെ ചോദ്യങ്ങൾക്ക് ഇപ്രകാരം ഉത്തരം പറയുവാൻ ദാക്ഷിണ്യം കാട്ടി. ഇതെൻ്റെ പ്രകൃതിയാണ്. ഞാൻ അങ്ങനെയായതിൻ്റെ കാരണമറിയാൻ ശ്രമിക്കുന്നതെന്തിനാണ്? കാര്യങ്ങളുടെ സ്ഥിതി ഇനിയും ശ്രദ്ധിക്കാതിരിക്കുന്നത് ശരിയല്ലെന്ന് മാതൃജനങ്ങൾക്ക് തോന്നി. അവർ കാര്യം ദശരഥനെ അറിയിച്ചു. കുട്ടികളെ തൻ്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ രാജാവ് ആളയച്ചു. ഇതുവരെ വിളിച്ചാൽ ഓടി വരാറുള്ള കുട്ടികൾ ഇപ്പോൾ വരാൻ വളരെ സമയമെടുത്തു. കണ്ടപ്പോൾ ദശരഥന് ആശ്ചര്യവും അസ്വസ്ഥതയും ഉണ്ടായി. അദ്ദേഹം അവരുടെ മുറിയിലേക്ക് പോകാൻ ഒരുങ്ങി. ആ ഘട്ടത്തിൽ ഒരു പരിചാരകൻ വന്ന് രാജകുമാരന്മാർ വരുന്നുണ്ടെന്നറിയിച്ചു. ദശരഥന് അതിരറ്റ ആനന്ദമുണ്ടായി. അദ്ദേഹം കുട്ടികളെ ആശ്ലേഷിച്ചു, മാറോടണച്ചു നിർത്തി. പിന്നെ അവരെ ഇരുപുറവും ഇരുത്തി. അദ്ദേഹവും ഇരുന്നു. ലഘുവും ഗുരുവുമായ വിഷയങ്ങളെപ്പറ്റി അദ്ദേഹം അവരോട് അന്വേഷിച്ചു. ഇതിനു മുമ്പ് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചാൽ കുട്ടികൾ 10നും ഉത്തരം പറയുക പതിവായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം 10 ചോദ്യം ചോദിച്ചു. അവർ ഒന്നിനും ഉത്തരം നൽകിയില്ല. ദശരഥൻ രാമനെ മടിയിലിരുത്തി വാത്സല്യത്തോടുകൂടി അവനോട് ചോദിച്ചു, മകനെ, ഇങ്ങനെ സംസാരിക്കാതിരിക്കുന്നത് എന്തിനാ? ഈ നിസ്സംഗതയുടെ ആവശ്യം എന്താണ്? നീ എന്താണ് ആഗ്രഹിക്കുന്നത്? നിനക്ക് വേണ്ടത് എന്താണെന്ന് പറയൂ. ഞാനത് ഉടനെ മുടക്കമില്ലാതെ നിവർത്തിക്കുമല്ലോ. നീ മുമ്പത്തെ പോലെ നിന്റെ സഹോദരന്മാരുമായി ഒന്നിച്ചു കൂടുകയും കളിക്കുകയും ചെയ്യാത്തതുകൊണ്ട് അവർക്ക് വ്യാകുലതയുണ്ട്. രാജാവ് പ്രേമപൂർവ്വം രാമനെ തലോടുകയും മുഖത്തു നോക്കുകയും ചെയ്തു. താൻ വളരെ സംതൃപ്തനാണ്, തനിക്കൊന്നും ആവശ്യമില്ല എന്ന മറുപടിയിലപ്പുറം രാമൻ ഒന്നും പറഞ്ഞില്ല. ഈ അസാധാരണമായ പെരുമാറ്റം കണ്ട് ദശരഥൻ ഉത്കണ്ഠാകുലനും ക്ഷുബ്ധനുമായി. കണ്ണിൽ ബാഷ്പം നിറഞ്ഞു. ഈ ശോകഭാവം കണ്ടിട്ടും കുട്ടികൾക്ക് ഒരു കുലുക്കവും ഉണ്ടായില്ല. മക്കളുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം എന്നതിനെപ്പറ്റി ചില മൃദുവാക്കുകൾ സംസാരിച്ച് അദ്ദേഹം അവരെ അവരുടെ മുറിയിലേക്ക് അയച്ചു. അദ്ദേഹം ഈ കാര്യം ആലോചിക്കുന്നതിനായി സുമന്ത്രരെ വിളിച്ചു. തീർത്ഥയാത്രയിൽ കുട്ടികൾക്ക് ഇങ്ങനെ തകരാറിലാവാൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നോ എന്നും അവർക്കിഷ്ടപ്പെട്ട ചില സ്ഥലങ്ങൾ കൂടി സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന അവസരത്തിൽ മന്ത്രി അവരെ വേഗം മടക്കിക്കൊണ്ടുപോകുന്നതാണോ എന്നും സുമന്ത്രരോട് ചോദിച്ചു. ദശരഥൻ അനേകം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തെ അലട്ടി. ഇതെല്ലാം കേട്ട് സുമന്ത്രർക്ക് അത്ഭുതവും ഭയവും ഉണ്ടായി. മറുപടി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചുണ്ടുകൾ വിറച്ചു. രാജകുമാരന്മാർക്ക് അസന്തുഷ്ടി ഉണ്ടാകേണ്ട യാതൊന്നും തന്നെ യാത്രയിൽ സംഭവിച്ചിട്ടില്ല.
ഒരു ബുദ്ധിമുട്ടും നേരിടേണ്ടിയും വന്നിട്ടില്ല. അവരുടെ ഓരോ ആഗ്രഹവും അംഗീകരിക്കുകയും അതുപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ ആവശ്യപ്പെട്ടത് ഞാൻ ധർമ്മം കൊടുത്തിട്ടുമുണ്ട്. ഈ തീർത്ഥയാത്രികർക്ക് വീടുണ്ടാക്കി കൊടുക്കണമെന്ന് അവർ എവിടെ നിന്നെല്ലാം ആവശ്യപ്പെട്ടുവോ അവിടെയെല്ലാം അപ്പോൾ തന്നെ വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. മനസ്സില്ലായ്മയോ കാലതാമസമോ ഉണ്ടായിട്ടില്ല. അവരിഷ്ടപ്പെടാത്ത ഒരു സംഭവത്തെ പറ്റിയും അവരെന്നോട് പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഞാൻ അതുപോലെയുള്ള സംഭവം കണ്ടിട്ടുമില്ല. ഞങ്ങളുടെ തീർത്ഥാടനം ആനന്ദത്തിൻ്റെയും ആരാധനയുടെയും ഒരു നീണ്ട യാത്രയായിരുന്നു. ദശരഥന് തൻ്റെ മന്ത്രിയെ നല്ലവണ്ണം അറിയാമായിരുന്നു. അദ്ദേഹം ഒടുവിൽ പറഞ്ഞു, സുമന്ത്രരെ, താങ്കൾ മഹാനായ നല്ല മനുഷ്യനാണ്. അവഗണനയോ തെറ്റോ വരുത്തുവാൻ താങ്കൾ അപ്രാപ്തനാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷേ വിശദീകരണക്ഷമമല്ലാത്ത ഏതോ ഒരു കാരണം കൊണ്ട് കുട്ടികൾ തീർത്ഥാടനത്തിന് ശേഷം ഒരു മാറ്റവും വന്നതായി ഞാൻ കാണുന്നു. അവർക്ക് ഭക്ഷണത്തിനും വിനോദത്തിനും ഒന്നിനും താല്പര്യം കാണുന്നില്ല. അടുത്തുള്ള ആളുകൾ എത്ര സ്വാധീനം ചെലുത്താൻ ചോദിച്ചിട്ടും രാമൻ യാതൊരുത്തരവും പറഞ്ഞില്ല. ഈ അസാധാരണമായ പെരുമാറ്റത്തിൻ്റെ കാരണം സൂചിപ്പിച്ചതുമില്ല. കാര്യങ്ങളുടെ യഥാർത്ഥതയെ സംബന്ധിച്ച് സ്വന്തം ബോധത്തിൽ അവൻ ആമഗ്നനായിരിക്കുന്നു. എനിക്കതുകൊണ്ട് ആശ്ചര്യം തോന്നുന്നു. രാജ്ഞിമാർക്ക് ഇത് വല്ലാതെ ഉള്ളിൽ കൊണ്ടിട്ടുണ്ട്. അവർക്ക് ഉത്കണ്ഠ വർദ്ധിച്ചു വരുന്നു. ദശരഥൻ സുമന്ത്രരോട് ഇപ്രകാരം പറഞ്ഞപ്പോൾ രാജഭക്തനായ മന്ത്രി മറുപടി പറഞ്ഞു, അനുവദിക്കുകയാണെങ്കിൽ ഞാനൊന്ന് കുട്ടികളെ കണ്ട് അസ്വാസ്ഥ്യത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ ശ്രമിക്കാം. ദശരഥൻ പറഞ്ഞു, വളരെ ശരി, ഉടനെ പോകൂ. കാരണം കണ്ടുപിടിച്ചാൽ പരിഹാരത്തിന് പ്രയാസമില്ല, രോഗശമനത്തിന് കാലദൈർഘ്യം വേണ്ടിവരില്ല. സുമന്ത്രർ ഉത്കണ്ഠാഭാരവുമായി കുട്ടികളുടെ മുറിയിലേക്ക് തിരക്കിട്ടുപോയി. മുറി ഉള്ളിൽ നിന്നും പൂട്ടിയിട്ടതാണ് കണ്ടത്. രക്ഷാഭടന്മാർ പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു. സുമന്ത്രർ വാതിലിനെ മുട്ടിയപ്പോൾ ലക്ഷ്മണൻ വാതിൽ തുറന്ന് അദ്ദേഹത്തെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചു. അവർ വാതിലടച്ചു. അദ്ദേഹം പല വിഷയങ്ങളെപ്പറ്റിയും കുട്ടികളുമായി ദീർഘനേരം സംഭാഷണം നടത്തി. അവരുടെ മ്ലാനതയ്ക്ക് ഹേതു അവരിൽ നിന്നും വെളിപ്പെടുത്താനായിരുന്നു ശ്രമം. പക്ഷേ ആ രഹസ്യത്തിലേക്ക് എത്തി നോക്കാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. തീർത്ഥാടന വേളയിൽ അദ്ദേഹം കണ്ട സൗഹൃദത്തിൻ്റെ വിശ്വാസഭാവം, അതിൽ പിന്നെ വളർന്നു വന്ന അകൽച്ചയും തമ്മിലുള്ള വ്യത്യാസം മന്ത്രി കണ്ടു. വിഷാദാത്മകത്വത്തിൻ്റെ കാരണം തന്നോട് വെളിപ്പെടുത്തണമെന്ന് രാമനോട് കണ്ണീർ തൂവി അദ്ദേഹം അഭ്യർത്ഥിച്ചു. രാമൻ മന്ദഹസിച്ചു പറഞ്ഞു, സുമന്ത്രരെ, എൻ്റെ നിജപ്രകൃതമായ ഒന്നിനെപ്പറ്റി എന്ത് കാരണമാണ് തരാൻ കഴിയുക? എനിക്ക് ആവശ്യങ്ങളൊന്നുമില്ല, ഒരാഗ്രഹവുമില്ല. അതിനെ സംബന്ധിച്ച് താങ്കൾക്ക് ഒരു ഉത്കണ്ഠയും വേണ്ട. മറ്റൊന്നും കൂടുതലായി ചെയ്യാനാവാതെ സുമന്ത്രർ ദശരഥന് സമീപം ചെന്നു. നാളെ കുലഗുരുവിനെ വരുത്തി എന്തു നടപടിയാണ് ഈ കാര്യത്തിൽ എടുക്കേണ്ടതെന്ന് ആലോചിക്കുകയാണ് നല്ലതെന്ന് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞു. രാജാവിൻ്റെ സമ്മതത്തോടുകൂടി അദ്ദേഹം യാത്രയായി. രാജാവ് ശോകാകുലനായി. അദ്ദേഹം ബാക്കി കാര്യങ്ങളെല്ലാം അവഗണിച്ചു. സാമ്രാജ്യത്തിൻ്റെ ആവശ്യങ്ങളെപ്പറ്റി ഒന്നും ചിന്തിച്ചില്ല. കുട്ടികളുടെ പെരുമാറ്റത്തെ വിശദീകരിക്കുന്നതിനായി അനേകം താത്വിക സിദ്ധാന്തങ്ങൾ നെയ്തെടുത്തു. അവർ യൗവനകാലത്തിലേക്ക് കടക്കുകയാണ്. ഇതുപോലെ പ്രകൃതിയുടെ വിപ്ലവകരമായ മാറ്റങ്ങൾ സാധാരണമാണ്, അദ്ദേഹം ഊഹിച്ചു. രാജ്ഞിമാരുമായി ഈ അഭിപ്രായം പങ്കുവച്ച് കുറച്ചിട മനസ്വാസ്ഥ്യം നേടി. കുലഗുരു വസിഷ്ഠൻ രാജധാനിയിലേക്ക് വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ രാജ്ഞിമാർ ആവശ്യമുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തു കാത്തിരുന്നു. ഗുരുവെത്തി. എല്ലാവരും അദ്ദേഹത്തിൻ്റെ പാദത്തിൽ നമസ്കരിച്ചു. അവർ കുട്ടികളുടെ പ്രത്യേകമായ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ഉത്കണ്ഠാകുലമായ ചോദ്യങ്ങൾ ചോദിച്ചു. അവരെല്ലാം കണ്ണുനീർ പൊഴിക്കുന്നുണ്ടായിരുന്നു. രാജാവിൻ്റെയും രാജ്ഞിമാരുടെയും പ്രക്ഷുബ്ധാവസ്ഥ കണ്ടപ്പോൾ വസിഷ്ഠൻ ശ്രദ്ധ ഉള്ളിലേക്ക് തിരിച്ചു. അന്തർദർശനത്തിൽ കൂടി ദുഃഖത്തിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ തുളഞ്ഞു കയറുന്ന പരിശുദ്ധിക്ക് മുമ്പിൽ കാരണം വേഗം വെളിപ്പെട്ടു. നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം രാജ്ഞിമാരുടെ നേരെ തിരിഞ്ഞ് ഇങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞു, കുട്ടികൾക്ക് യാതൊരു രോഗവുമില്ല. അവർ സാധാരണ കുട്ടികളല്ല. അവർ ലൗകികമായ ആശയുടെ ഏറ്റവും ചെറിയ കണികയിൽ നിന്നുപോലും മുക്തരാണ്. അകളങ്കിതമായ അവരുടെ മനസ്സ് ഉത്കണ്ഠ വേണ്ട. അവരെ എൻ്റെ അടുത്ത് കൊണ്ടുവരൂ. നിങ്ങൾക്ക് സ്വന്തം മുറിയിലേക്ക് പോകാം. ഈ ഉറപ്പ് സിദ്ധിച്ചതിൽ രാജാവും രാജ്ഞിമാരും വളരെ സന്തുഷ്ടരായി. രാജകുമാരന്മാരെ കൂട്ടിക്കൊണ്ടുവരുവാൻ ആളെ വിട്ട് അവർ സ്വസ്ഥാനങ്ങളിലേക്ക് മടങ്ങി.
ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും ഗുരുവിനെ കാണാൻ വേഗം തയ്യാറായി. എന്നാൽ രാമൻ തിരക്കൊന്നും കൂട്ടിയില്ല. അവിടുന്ന് പതിവ് പോലെ ആലോചനാ നിമഗ്നനായിരുന്നു. അത് കണ്ട് ലക്ഷ്മണൻ രാമന്റെ പാദം സ്പർശിച്ചു പറഞ്ഞു, നാം താമസിക്കാതെ പോവുകയാണ് നല്ലത്. അല്ലെങ്കിൽ നാം ഗുരുവിൻ്റെ ആജ്ഞ നിരസിക്കാൻ ധൈര്യപ്പെടുന്നുവെന്ന് നമ്മുടെ മാതാപിതാക്കന്മാർ ദുഃഖിക്കും. ലക്ഷ്മണൻ പല വാദമുഖങ്ങളും ഉന്നയിച്ച് രാമനോട് നിർബന്ധപൂർവം അപേക്ഷിച്ചു. അവസാനം ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും അവരുടെ ജ്യേഷ്ഠ സഹോദരന്മാരോടൊന്നിച്ച് ഗുരുസന്നിധിയിലെത്തി. അവർ ഗുരുവിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ച് ഭക്ത്യാദരങ്ങളോടെ നിന്നു. അവരെ കണ്ട വസിഷ്ഠൻ അടുത്തു ചെന്ന് അവരോട് തന്നോടൊന്നിച്ചിരിക്കാൻ സ്നേഹപൂർവ്വം ആവശ്യപ്പെട്ടു. അവരെല്ലാം അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നു. എന്നാൽ രാമൻ വസിഷ്ഠൻ്റെ വളരെ അടുത്തിരിക്കണമെന്ന് മഹർഷി ആവശ്യപ്പെട്ടു. അവൻ്റെ തലമുടി തലോടുകയും പുറത്ത് തട്ടുകയും ചെയ്തുകൊണ്ട് രാമനെ വാത്സല്യപൂർവ്വം ഓമനിച്ച് അദ്ദേഹം പറഞ്ഞു, രാമ, നീ എന്താണ് ഇങ്ങനെ ശാന്തനും നിശബ്ദനുമായിരിക്കുന്നത്? ഈ മാറ്റത്തിൻ്റെ കാരണം വിശദീകരിക്കാനാവാതെ അച്ഛനും അമ്മമാരും വ്യസനത്തിലും ഭയത്തിലും മുഴുകിയിരിക്കുകയാണ്. അവരുടെ സുഖാവസ്ഥയെ കൂടി നിനക്ക് നോക്കേണ്ടതില്ലേ? മാതൃദേവോ ഭവ പിതൃദേവോ ഭവ എന്ന വിലപ്പെട്ട പ്രമാണത്തിൻ്റെ നിജസ്ഥിതി നീ കാണിച്ചു കൊടുക്കേണ്ടതാണ്. വസിഷ്ഠൻ ഇങ്ങനെ ധാരാളം പാഠങ്ങളും തത്വങ്ങളും രാമനെ കേൾപ്പിച്ചു. ഗുരു പറയുന്നത് ശ്രദ്ധിച്ചുകൊണ്ടും മന്ദഹസിച്ചുകൊണ്ടും രാമൻ അവിടെ ഇരുന്നു. മഹർഷി അവസാനിപ്പിച്ചപ്പോൾ അവിടുന്ന് ശാന്തനായി സംസാരിച്ചു. ഗുരു, അമ്മയെപ്പറ്റി പറയുന്നു. ആരാണ് യഥാർത്ഥത്തിൽ അമ്മ? ആരാണ് യഥാർത്ഥത്തിൽ മകൻ? എന്തിന് യഥാർത്ഥത്തിൽ ശരീരം? എന്താണ് ജീവി? എന്താണ്, അതായത് വ്യക്തി എന്താണ്? ഈ വസ്തുനിഷ്ഠമായ ലോകം സത്യമാണോ, അല്ലെങ്കിൽ പരമാത്മാവ് യഥാർത്ഥമാണോ? ഈ ശരീരം പരമാത്മാവിൻ്റെ പ്രതിബിംബമാണ് അല്ലേ? ഈ ശരീരത്തിൻ്റെ ഘടകങ്ങളായ പഞ്ചഭൂതങ്ങൾ തന്നെയാണ് അഖില പ്രപഞ്ചത്തെയും അതാക്കി തീർക്കുന്ന ദ്രവ്യങ്ങൾ. ഈ പ്രപഞ്ചം പഞ്ചഭൂതങ്ങളുടെ പരസ്പരബദ്ധമായ പരമ്പര മാത്രമാണ് അല്ലേ? എല്ലാ പരസ്പര മാറ്റങ്ങളും സംശ്ലേഷണങ്ങളും ഉണ്ടായിട്ടും ഈ ഭൂതങ്ങൾ തുടർന്നും നിലനിൽക്കുന്നു. അവയ്ക്ക് അഗാധതരമായൊരടിസ്ഥാനം കൂടിയുണ്ട്. ഇത് മനസ്സിലാക്കാതെ ഈ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചം സൂക്ഷ്മമാണെന്ന് സങ്കല്പിച്ചാൽ, ഈ അവാസ്തവികതയെ വശീകരണത്തിന് വിധേയനാക്കിയാൽ, അസത്യത്തിന് വേണ്ടി സത്യം തള്ളപ്പെട്ടാൽ, ഇത്രയും ഭീമമായ അജ്ഞതയെപ്പറ്റി നമ്മൾ എന്താണ് പറയേണ്ടത്? അനശ്വരവും ഏകവും സൂക്ഷ്മവുമായ ആത്മാവിനെ അവഗണിച്ച് വ്യക്തിക്ക് എന്ത് കിട്ടാനാണ്? ഇത്രയും ഗഹനമായ തത്വശാസ്ത്രപരമായ പ്രശ്നങ്ങൾ ഉയർത്തിയ രാമനെ വസിഷ്ഠൻ വീക്ഷിച്ചപ്പോൾ ആധ്യാത്മിക തേജസ്സിൻ്റെ ഉജ്ജ്വല കിരണങ്ങളുടെ ഒരു പരിവേഷം രാമൻ്റെ മുഖത്തിനു ചുറ്റും കണ്ടു. ഈ പ്രകാശം ദിവ്യത്വത്തിൻ്റെ സൂചനയാണെന്ന് അദ്ദേഹം അറിഞ്ഞു. രാമൻ ഉന്നയിച്ച ചോദ്യങ്ങൾ രാമൻ തന്നെ മറുപടി നൽകേണ്ടതാണെന്ന് വസിഷ്ഠൻ അഭിപ്രായപ്പെട്ടു. രാമൻ നൽകിയ മറുപടിയും വിശദീകരണങ്ങളും തികച്ചും ഈശ്വരൻ്റെ ശബ്ദമായിരുന്നു. വസിഷ്ഠന് ഈ വസ്തുത വ്യക്തമായി മനസ്സിലായി. ആരെങ്കിലും കണ്ടേക്കുമോ എന്ന് ഭയന്ന് അദ്ദേഹം മനസ്സാ മാത്രം രാമൻ്റെ മുമ്പിൽ തലകുനിച്ചു. അദ്ദേഹം പറഞ്ഞു, മകനെ, വൈകുന്നേരം വീണ്ടും കാണാം. അനന്തരം ദശരഥനെ പോലും കാണാതെ വസിഷ്ഠൻ രാജധാനിയിൽ നിന്നും വിട്ടുപോയി. ആ ഘട്ടത്തിലുണ്ടായ പ്രകാശത്തിൻ്റെ പ്രസരണം അദ്ദേഹത്തിനെ അത്രയും അടിമപ്പെടുത്തിയിരുന്നു. കൃതജ്ഞതയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദപ്രദമായ ബോധത്തോടുകൂടി അദ്ദേഹം കുട്ടികളെ ഓമനിച്ചു. കുറേ സമയത്തിന് ശേഷം ദശരഥൻ കുട്ടികളെ സന്ദർശിച്ചു. അവരുടെ മുഖത്ത് പ്രസരിക്കുന്ന ദിവ്യബോധത്തിൻ്റെ അസാധാരണ പ്രകാശം അദ്ദേഹം കണ്ടു. അത് എങ്ങനെ സംഭവിച്ചുവെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. വൈകുന്നേരം വസിഷ്ഠൻ വരുന്നതും പ്രതീക്ഷിച്ച് അദ്ദേഹം കാത്തിരുന്നു. വസിഷ്ഠൻ രാജധാനിയിൽ പ്രവേശിച്ച് കോവിലിൽ കടന്നതും കുട്ടികളും അമ്മമാരും ദശരഥനും അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. പ്രാർത്ഥനാരൂപത്തിൽ വിനീതരായി കൈകൂപ്പിക്കൊണ്ട് സ്ഥാനങ്ങളിൽ ഇരുന്നു. പെട്ടെന്ന് കുറേയേറെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് രാമൻ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ആത്മാവ്, ദൈവം, പ്രകൃതി, ഇവ തമ്മിൽ എന്തൊരു പരസ്പര ബന്ധമാണുള്ളത്? ഈ മൂന്നും ഒന്നാണോ? അല്ല വ്യത്യസ്ത സത്തകളാണോ? ഒന്നാണെങ്കിൽ അതെങ്ങനെ മൂന്നായി? എന്തിനു വേണ്ടി? ഇതിൻ്റെ അടിസ്ഥാനപരമായ പരസ്പരം യോജിക്കുന്ന തത്വമേത്? ഐക്യത്തിൻ്റെ ബോധം പരിത്യജിച്ച് അവ വ്യത്യസ്തമാണെന്നത് അംഗീകരിക്കുന്നത് കൊണ്ട് എന്തു നന്മയാണ് കിട്ടുക? ഇത്രയും ഇളം പ്രായത്തിൽ രാമൻ ചോദിച്ച ഈ ചോദ്യങ്ങളുടെ ഗഹനത കണ്ട് മാതാപിതാക്കന്മാർ അത്ഭുതപ്പെട്ടു.
ഭൂമി ചോദിച്ച ചോദ്യങ്ങൾക്ക് സ്വർഗം ഉത്തരം നൽകിയതോ എന്ന് തോന്നുമാറ് ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങളുടെ മേൽ വെളിച്ചം വീശിയ ധാരാളം അമൂല്യ പ്രമാണങ്ങൾ അടങ്ങിയ ഉപദേശങ്ങളുടെയും അന്വേഷണത്തിൻ്റെയും പ്രവാഹത്തിൽ അവർ തികച്ചും ലയിച്ചുപോയി. രാമൻ അവരുടെ പുത്രനാണെന്ന് അവർ മറന്നു. മഹത്തായ അദ്വൈത വിജ്ഞാനത്തിൻ്റെ അപഗ്രഥനത്തിലും അവതാരണത്തിലും രാത്രി കഴിഞ്ഞുപോയി. മനുഷ്യ സമുദായത്തിന് ശാന്തി ഉറപ്പുവരുത്തുന്ന അനശ്വരത്വത്തിൻ്റെ അമൃത ബിന്ദുക്കളാണ് രാമൻ്റെ അതരത്തിൽ നിന്നും പ്രവഹിച്ച വാക്കുകൾ എന്ന് വസിഷ്ഠൻ പറഞ്ഞു. അദ്ദേഹം രാജാവിനെയും രാജ്ഞിമാരെയും അനുഗ്രഹിച്ച് ആശ്രമത്തിലേക്ക് മടങ്ങി. രാമനും കുലഗുരുവും തമ്മിലുള്ള സംഭാഷണം രൂപം കൊണ്ടതാണ് അർത്ഥപുഷ്ടവും അസാധ്യവുമായ യോഗാവശിഷ്ടം എന്ന മഹത് ഗ്രന്ഥം. അതിന് രാമഗീത എന്നും പേരുണ്ട്. തന്നോട് തന്നെ പ്രഭാഷണം നടത്തിയും ഒറ്റയ്ക്കാകുമ്പോൾ തന്നെത്താൻ സംസാരിച്ചും ആളുകളടുത്തപ്പോൾ നിശബ്ദനായും പലപ്പോഴും പ്രത്യേകമായി ഒന്നിനോടുമല്ലാതെ ചിരിച്ചും രാമൻ വേദാന്തത്തിൽ മുഴുകി ദിനങ്ങൾ കഴിച്ചു. ദശരഥൻ അസ്വസ്ഥനായി. സഹോദരന്മാർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് അദ്ദേഹം വ്യാകുലനായി. 3 കുട്ടികളെയും വേറെയാക്കാൻ അദ്ദേഹം കാംക്ഷിച്ചു. പക്ഷേ അവർ ഒരിക്കലും രാമനെ വിട്ടുപിരിയാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് രാമനോടൊന്നിച്ചു തന്നെ അവരെ നിർത്തേണ്ടി വന്നു. രാജാവും രാജ്ഞിമാരും അത്യന്തം വിഷണ്ണരായി. ആനന്ദത്തിൻ്റെയും പ്രഭാവത്തെയും സംബന്ധിച്ച് അവരുടെ സ്വപ്നങ്ങളെല്ലാം ഒന്നുമല്ലാതായി. അവർ കേവലം നിരാശരായി. കാരണം മക്കളിൽ രോഗശമനത്തിൻ്റെയോ മാറ്റത്തിൻ്റെയോ ഒരു ലക്ഷണവും കണ്ടില്ല. അവർ മണിക്കൂറുകളും നിമിഷങ്ങളും എണ്ണിക്കൊണ്ട് ഉത്കണ്ഠയിലും പ്രാർത്ഥനയിലും സമയം കഴിച്ചു. രാമന് ഭക്ഷണത്തിൽ പോലും താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഫലമായി ക്രമം കെട്ടതും ഇഷ്ടമല്ലാത്തതുമായ ഭക്ഷണം കഴിച്ച് ശരീരം ദുർബലവും ആരോഗ്യഹീനവുമായി കാണപ്പെട്ടു. സായിറാം.